നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥ് ജീവനൊടുക്കിയതല്ല, SFIക്കാർ മർദ്ദിച്ചു കൊന്നതാണെന്ന് അച്ഛൻ. 10 ദിവസമായിട്ടും പ്രതികളെ പിടികൂടിയില്ല. കടമെടുപ്പ് പരിധി കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ മഞ്ഞുരുകുന്നു. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് NDAക്ക് അനുയോജ്യമായി പാകപ്പെട്ടു. CPMനും കോൺഗ്രസിനും പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് PK കൃഷ്ണദാസ്. ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 1 മുതൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കോളേജിലെ SFI നേതാക്കൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ജയപ്രകാശ്. സഹപാഠികൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് SFI യൂണിറ്റ് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നും അച്ഛൻ പറഞ്ഞു. മരിക്കുന്ന ദിവസവും ഫോണിൽ സംസാരിച്ച സിദ്ധാർത്ഥ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അമ്മ ഷീബയും പറയുന്നത്. പഠനത്തിലും കലാപരിപാടികളിലും മിടുക്കനായ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ ഞെട്ടലിലാണ് നെടുമങ്ങാടുള്ള വീട്ടുകാർ. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അച്ഛനെയും അമ്മയെയും ആശ്വസിപ്പിക്കാനാകുന്നില്ല. വാലന്റൈൻസ് ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികളായ SFI നേതാക്കൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് സഹപാഠികൾ തന്നെ അറിയിച്ചതെന്ന് അച്ഛൻ പറഞ്ഞു. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെ കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫെബ്രുവരി 15-ന് വീട്ടിലേക്ക് വരാൻ ട്രെയിൻ കയറിയിരുന്നു. ഇതിനിടെ മറ്റൊരു സഹപാഠി ആവശ്യപ്പെട്ട പ്രകാരം തിരിച്ചുപോയെന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞതെന്ന് അമ്മ പറയുന്നു. കടമെടുപ്പ് പരിധിയിൽ കേരളവുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം. സംസ്ഥാനവുമായി ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി KV തോമസ് അറിയിച്ചു. ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും KV തോമസ് പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് അമിത് ഖാരെയുമായി KV തോമസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് KV തോമസ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈൻ DPRൽ കേന്ദ്ര പ്രതികരണം അറിയിക്കാമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി KV തോമസ് കൂട്ടിച്ചേർത്തു. നേരത്തെ കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരുന്നു. കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല. കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്ന് ചർച്ചയിൽ പങ്കെടുക്കാത്തതിൽ നിന്നും വ്യക്തമായത്. കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയെന്നും കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. ചർച്ച എവിടെയും എത്താതെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് NDAക്ക് അനുയോജ്യമായി പാകപ്പെട്ടുവെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. CPIMും കോൺഗ്രസും ദുർബലമാകുന്നു. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നും കൃഷ്ണദാസ് പറഞ്ഞു. NDA സംസ്ഥാന നേതൃയോഗം ചേർന്നു. എല്ലാ പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വിവിധ ഘടക കക്ഷികൾ സീറ്റ് ആവശ്യം മുന്നോട്ട് വെച്ചു. അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷം സീറ്റ് വിഭജനം പൂർത്തിയാക്കും. NDA ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. 400-ലധികം സീറ്റിന് വേണ്ടി NDA തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിലേറും. LDFും UDFും അശ്ലീല മുന്നണികളായി അധംപതിച്ചു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നത് AKG സെന്ററിൽ. ലീഗ് പൊന്നാനിയിലെയും മലപ്പുറത്തിലെയും സ്ഥാനാർത്ഥികളെ വെച്ച് മാറിയത് അതിനാലാണ്. വർഗീയവാദികൾക്ക് മുന്നിൽ CPIM അടിയറവ് പറഞ്ഞു. ലീഗും CPIMും തമ്മിലുള്ള അന്തർധാര മറനീക്കി പുറത്തു വന്നു. ലീഗ് CPIMന് അനുകൂലമായി വോട്ട് ചെയ്യും. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. മാർച്ച് 1 മുതൽ SSLC പരീക്ഷകളും ഹയർ സെക്കൻഡറി പരീക്ഷകളും നടക്കും. മാർച്ച് 1 മുതൽ 26 വരെയാണ് പരീക്ഷാ നടത്തിപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. 4,27,105 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതും. ആകെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. 4,41,213 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി 2-ാം വർഷ പരീക്ഷ എഴുതും. 2,016 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. SSLC, THSLC, AHSLC പരീക്ഷകൾ മാർച്ച് 4 മുതൽ ആരംഭിക്കും. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിൽ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ആകെ പെൺകുട്ടികൾ 2,17,525, ആകെ ആൺകുട്ടികൾ 2,17,525, ആകെ പെൺകുട്ടികൾ 2,09,580. മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നത് 1,67,772, ഇംഗ്ലീഷ് മീഡിയത്തിൽ 2,56,135 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതാനിരിക്കുന്നത്. ഗൾഫിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ 536, ലക്ഷദ്വീപിൽ പരീക്ഷ എഴുതുന്നത് 285 വിദ്യാർത്ഥികളുമാണ്.